സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കോ കതാരാ നാമേ മുഹമ്മദ് ഏറ്റവും ശറഫുള്ളതായ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവന്റെ എല്ലാ സൃഷ്ടികളെയും നാം പരിശോധിച്ചു നോക്കിയാൽ അതിന് ഏറ്റവും മഹത്വം നൽകിയത്, ഏറ്റവും വലിയ ബഹുമാനം നൽകിയത്, ഏറ്റവും വലിയ ആദരം നൽകിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വലിയ ശറഫ് നൽകിയ കാരണം കൊണ്ട് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ മക്കയിലേക്ക് വലിയ മഹത്വമുണ്ട്, ആ നാട്ടിലേക്ക് വലിയ മഹത്വമുണ്ട്. ലോകത്ത് നാടുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്വമേറിയ നാടാണെങ്കിൽ അത് പരിശുദ്ധമായ മക്ക എന്നുള്ള നാടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം അത് മാത്രമല്ല, അല്ലാഹു തആല ഈ ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവായി കഅബയാണ്, മക്കയാണ് അല്ലാഹു കേന്ദ്ര ബിന്ദുവാണ് പരിശുദ്ധമായ മക്ക എന്നുള്ള നാട്. ആ നാട്ടിലാണ് അല്ലാഹു തആല ഈ പ്രകാശത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ ജനിക്കുകയും ആ നാട്ടിൽ നിന്നാണ് ലോകത്തിന്റെ ഭൂമിയുടെ മറ്റുള്ള എല്ലാ ദിക്കുകളിലേക്കും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശം, അവിടുത്തെ ഇൽമ്, അവിടുത്തെ നൂർ എത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആദ്യത്തെ ഭവനമാകുന്ന പരിശുദ്ധ കഅബയെ അവൻ ആ മക്കയിലെ ഉണ്ടാക്കാൻ കാരണം അത് തന്നെയാണ് എന്ന് നമുക്ക് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ലോകത്തെ മക്ക കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമാണ് പരിശുദ്ധമായ മദീന എന്നുള്ളത്. ആരും കൊതിക്കാത്ത, ആരും ഏറ്റവും ആഗ്രഹിക്കുന്ന, ആരും മനസ്സിലും എപ്പോഴും മദീനയിലൊന്ന് എത്തിച്ചേരണമെന്ന് കൊതിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഓരോ മുഅ്മിനീന്റേതും. ആ മദീനയിലെത്തിയ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലോകത്തെ രണ്ടാമത്തെ നാടുകൾ ഏറ്റവും പരിശുദ്ധമായ നാടാണ് പരിശുദ്ധമായ മദീന എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നാടുകൾക്കും ശ്രേഷ്ഠത ഉള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട അവിടുത്തെ കുടുംബക്കാർ, സയ്യിദുമാർ, ലോകത്തിന്റെ ഏത് മുക്കുമൂലയിലും നാം പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ ദീനുമായി അവർ കൊണ്ടുവന്നത് നബി തങ്ങളുടെ കുടുംബക്കാരാണ്. 100% നാം മക്കാമുകളിൽ സിയാറത്ത് പോകുന്നവരാണ്, മഹാന്മാരെ സന്ദർശിക്കുന്നവരാണ്, അവരൊക്കെ സയ്യിദന്മാരാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അവർക്ക് വലിയ മഹത്വം നൽകിയത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു 1,24,000 അമ്പിയാക്കളെ ഈ ഭൂമിയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഖൈറായ, ഏറ്റവും മഹത്വമായ ഒരു ഉമ്മത്തികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായി ഭാഗ്യം കിട്ടിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം വലിയ മഹത്വം ഭാഗ്യമുള്ളവരാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഈമാനോട് കൂടി ഇസ്ലാമിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു മിനിറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരാൾ ഇസ്ലാമിൽ സ്വീകരിച്ചാൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമേറിയ സ്ഥാനമാണ് അത് സഹാബത്തിനുള്ളത്. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ ഒരു മിനിറ്റ് കണ്ടു, ഒരു സെക്കൻഡ് കണ്ടു എന്ന കാരണം കൊണ്ട് മാത്രമാണ്. അങ്ങനെ തുടങ്ങി നാം ഓരോ വിഷയങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി. ആ ഖുർആൻ അതിനു മുമ്പുള്ള ഒരുപാട് അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറക്കോടുകൂടെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളും അത് ദുർബലപ്പെട്ടു പോവുകയും അതെല്ലാം ഇല്ലായ്മ ചെയ്യുകയും ആ പരിശുദ്ധ ഖുർആനാണ് ഇന്നും ലോകത്തിന്റെ വിവിധ മതസ്ഥരും വിവിധ ശാസ്ത്രജ്ഞന്മാരും വിവിധ ഗവേഷകന്മാരും ഈ പരിശുദ്ധ ഖുർആനെ അവർ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് പഠിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടതുപോലെ ആദരിക്കാനും ബഹുമാനിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിനെക്കുറിച്ച് പഠിക്കുകയും അവിടുത്തെ മദ്ഹുകൾ പാടുകയും പറയുകയും അവിടുത്തെ മജ്‌ലിസിൽ ഇരിക്കുകയും ചെയ്യുന്നതോടൊപ്പം നബി തങ്ങളുടെ സുന്നത്ത് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നവരാകണം. പക്ഷേ ഇന്നെല്ലാം സുന്നത്തുകൾ അസ്തമിച്ചു പോവുകയാണ്. നബി തങ്ങളുടെ സുന്നത്ത് വേറൊരു ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യമാണ്. അത് സുന്നത്തല്ലേ, അത് നാം അത്ര വലിയ വിഷയമാക്കുന്നത് ഇല്ല എന്ന് വരെ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. സുന്നത്തുകൾ ഇങ്ങനെ അസ്തമിച്ചു പോയാൽ നമ്മുടെ
ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും നാം ആ സുന്നത്തുകൾ ജീവിതത്തിൽ ധാരാളം പകർത്തുന്നവരാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് മറ്റൊന്ന് ഉയർന്നു തളിർത്ത പൂവിൻ കൗതുകമാം വർണ്ണം, പൂവിൻ കൗതുകമാം വർണ്ണം, ചില്ലിൻ കൂട്ടിലെ രാജാത്തികളായി കുഞ്ചി നടക്കും പൂറികളെ, ജന്നാകത്തിൽ പാറി നടക്കും കുഞ്ഞി കിളികളുടെ വർണ്ണം, കുഞ്ഞി കിളികളുടെ വർണ്ണം. മാനത്തിനക്കരെ ദൂരത്ത് മായാത്ഭുതങ്ങളെ ജന്നത്ത്, മാനത്തിനക്കരെ ദൂരത്ത് മായാത്ഭുതങ്ങളെ ജന്നത്ത്, സ്വർണ്ണക്കട്ടിലാടി രസിക്കും കൗതുകമായ ലോകത്ത് വർണ്ണപ്പൂക്കൾ അനവധി വിരിയും